നമുക്കിന്ന് വേഗം ഒരു പരിപ്പ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ നമ്മൾ കടലപ്പരിപ്പ് എന്ത് ചെയ്യണം, വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പാണത്. അപ്പോൾ കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് ഉള്ള പരിപ്പ് മിക്സിയിലിട്ട് അരയ്ക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ സവോള വന്നു, അതിനുശേഷം ഉണക്കമുളക് വേണം, പിന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് വേണം, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരും കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട വിധം ഉപ്പിട്ടതിന് ശേഷം നന്നായി കുഴയ്ക്കണം. എന്നിട്ട് ഇത് കുറച്ചൊരു 1 or 2 hours നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് ബോൾ പോലെ ഉരുട്ടി ഫ്ലാറ്റാക്കി വടയുടെ ഷേപ്പിലായിട്ട് എടുത്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഒരു കുറച്ചെണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഓയിൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടത്തെ ഇടാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ പാനിൽ ഓയിൽ ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വന്നപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് കളർ ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് തിരിച്ചിടാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതൊരു കോരി മാറ്റിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ സെക്കൻഡ് റൗണ്ടത്തെയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി എണ്ണയിലിട്ട് പരിപ്പോടെ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് കോരി മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. എണ്ണ നന്നായി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടിഷ്യൂ വെക്കുന്നത്. അല്ലെങ്കിൽ അത്രയും എണ്ണ നമ്മൾ കഴിക്കേണ്ടി വരും. ആ ഒരു സമയം കൊണ്ട് തന്നെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ നല്ല ചൂട് ചായയും പരിപ്പ് വടയും പിന്നെ പടിക്കലേക്ക് നോക്കി അങ്ങനെ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചു.